അപ്പം അറഫയുടെ നോമ്പ് സിയാമു യൗമി അറഫ എന്ന ഹദീസിലുണ്ട്. ദിൽഹജ്ജ് 9-നാണ് അറഫയുടെ നോമ്പ് എന്നും ഹദീസിലുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ തർക്കിച്ച് തമ്മിൽ തല്ലേണ്ട ആവശ്യമില്ല. ആളുകൾ അറഫയിൽ നിൽക്കുന്ന ദിവസം നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാം. അതല്ല ദുൽഹജ്ജ് 9 അവനവൻ്റെ നാട്ടിൽ എന്നാണോ അന്നും നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാം. അറഫയിൽ നിൽക്കുന്നവരോട് ഐക്യദാർഢ്യമായിട്ടല്ല ഒരിക്കലും അറഫയിലെ നോമ്പ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ ലോകത്ത് നല്ലൊരു വിഭാഗം ജനതക്കൊരിക്കലും അറഫ നോമ്പ് സാധ്യമാവുകയില്ല. കാരണം അറഫ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഉച്ച മുതൽ അസർ വരെയുള്ള സമയമാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്, ഹജ്ജിൻ്റെ കർമ്മം. ആ സമയത്ത് യൂറോപ്യൻ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ മറ്റൊരു സമയമായിരിക്കും, അവർക്ക് രാത്രിയായിരിക്കും, പകലായിരിക്കില്ല. അപ്പോൾ ഐക്യദാർഢ്യമാണെങ്കിൽ പിന്നെ ആ സമൂഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ നോമ്പിൻ്റെ പുണ്യം കിട്ടില്ല. അപ്പോൾ അറഫയിൽ നിൽക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യപ്പെട്ടലാണ് അറഫ നോമ്പ് എന്ന് എവിടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടില്ല, അങ്ങനെ പ്രസ്താവിക്കുകയില്ല. കാരണം എല്ലാവർക്കും ഇസ്ലാമിൻ്റെ ഈ പുണ്യം എന്ത് ചെയ്യണം, ലഭ്യമാകണം. അതേസമയം ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 9 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വൽ ആശർ വൽ ഫജ്ർ വലയാലിൽ ആശർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞത് പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് 10-ന്റെ പകലുകളാണ്. ആദ്യം മുതൽ 10 വരെയുള്ള പകലുകളാണ്. രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ പകലിൽ ദിക്റുകളും ദുആകളും നോമ്പുകളും അനുഷ്ഠിക്കുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. പെരുന്നാൾ ദിനത്തിൽ അയ്യാമു തശ്രീഖ് ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ബാക്കി 9 ദിവസങ്ങളിലും ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ദുൽഹജ്ജ് 7-നോ 8-നോ 9-നൊക്കെ നോമ്പനുഷ്ഠിക്കാം. അതിൻ്റെ പേരിൽ ഒരു വാശിയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തർക്കമോ ആവശ്യമില്ല. ഈ 2 രീതിയും നമുക്ക് സ്വീകരിക്കാം. അടിസ്ഥാനപരമായി അറഫയിൽ നിൽക്കുന്നവരോടുള്ള ഐക്യദാർഢ്യമല്ല അറഫ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.